ആദി ഇവന്മാരെന്താ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇതൊന്നും അല്ലാട്ടോ നമ്മൾ കൊടുത്ത ഡിസൈൻ. എനിക്കറിയാൻ പാടില്ല, ഞാൻ വേറെ ആളെ കിട്ടുമെന്ന് നോക്കട്ടെ. ആ ശരി. ആർ യു സ്റ്റോക്കിംഗ് മീ? നോ, ഞാനിവിടെ ഒരു ഹാള് ബുക്ക് ചെയ്യാൻ വന്നതാ. Spot on. Mano. Okay, good. Four take. Okay. Yeah. Ready. Yep. Got it. Samira, be cool. It's a few pics, right? I'm prompt here. Okay. Be good. Ready? Pose 1. Pose 2. Pose 3. Pose 4. Perfect. Can we talk? എനിക്ക് താല്പര്യമില്ല. പ്ലീസ് ഷാൻ. എടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് താല്പര്യമില്ലെന്ന്. ഷാൻ, എനിക്ക് ജസ്റ്റ് ഒരു കാര്യം ക്ലിയർ ചെയ്യാനാ. അതിനുശേഷം പിന്നെ ഞാൻ ശല്യപ്പെടുത്തില്ല. ഒരു ആൻജി, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. അതിനു മുന്നേ എന്നെ വിളിക്കാൻ നിൽക്കരുത് കേട്ടോ. ഓക്കെ, ഷുവർ. We'll use this one too? Yeah. One second. Yes. Alright. Yeah. I think this one we need to hold it like this. Hold it like this. Yeah. Okay. Wait, 1 second. Yeah. I'll take it back. It's okay. Alright. And you can try with these poses. This will be nice. This kind of things and all. Oh, sorry. ഞാൻ സർ ഇവിടെ നിൽക്കുന്ന കണ്ടില്ല. It's okay, Samira. ഞാനും ഒരു കോളിലായിരുന്നു, കണ്ടില്ല. നമുക്കെന്നാ കണ്ടിന്യൂ ചെയ്താലോ? Yeah. Beautiful. All this. Nice fragrance. One more. ഓർഡർ ചെയ്തോ? ആ, പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സൊക്കെ എന്ത് പറയുന്നു? എല്ലാവരും ഹാപ്പിയാണ്. ബിസി വിത്ത് വർക്ക്, ലൈഫ്, അങ്ങനെ. പിന്നെ 9ന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ആ So, how's your new workplace?
ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഡ്രീം ജോബ് അല്ലായിരുന്നോ? പ്രതീക്ഷിച്ച പോലെയൊക്കെ തന്നെയല്ലേ? കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ. പുതിയ ആൾക്കാർ, പുതിയ ബിൽഡിങ്, പക്ഷെ ഇന്നോവേഷന് സ്കോപ്പ് ഉണ്ട്, നല്ല അടിപൊളിയാവും. യു സൗണ്ട് വെരി ഹാപ്പി. എപ്പോഴും വിളിച്ചത് എന്തിനാ പറയുന്നത് അമ്മ? ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് താല്പര്യമില്ലാന്ന്. അമ്മ പ്ലീസ്, അമ്മേൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കില്ല കേട്ടോ. ഞാൻ പുറത്താ, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ബൈ ബൈ. നമ്മളെടുത്ത പിക്ചേഴ്സ് കാണാൻ പറ്റുമോ? Yeah, sure. അമ്മു PGക്ക് ജോയിൻ ചെയ്തോ? അഡ്മിഷൻ എടുത്തു, ഇനി ഒരു അടുത്ത മാസം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അമ്മയുടെ കാലുവേദനയൊക്കെ? വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടല്ലേ? ജസ്റ്റ് ഓർമ്മ ആണോ ചോദിച്ചതേ ഉള്ളൂ. Hari, have you ever thought about starting over? സ്റ്റാർട്ടിങ് ഹലോ ഷാൻ. ഹലോ, നീ ഇപ്പോൾ എവിടെയാ? ഓഫീസിൽ നിന്ന് ഇറങ്ങിയോ? ആ വീട്ടിലെത്തി. അയ്യോ, വീട്ടിലാണോ? നീ ഇപ്പം അവിടെ നിന്ന് ഇറങ്ങണം. ഇറങ്ങാനോ? അച്ഛനമ്മയും വരുന്നത്. അയ്യോ, അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നണ്ട. നമ്മുടെ റിലേഷൻഷിപ്പ് ഭയങ്കര ടോക്സിക് ആയി. ഞാനത് മനസ്സിലാക്കിയപ്പോൾ ഒരുപാട് വൈകിപ്പോയി. ഒരുപാട് ലേറ്റായി, നമുക്ക് ഇറങ്ങിയാലോ? ഷാൻ. ഹലോ, താനിപ്പോൾ എവിടെയാ? ഞാൻ ദാ ഇറങ്ങാൻ നിൽക്കുക. എങ്ങോട്ട്? താനല്ലേ പറഞ്ഞത് ഇവിടെ നിന്ന് ഇറങ്ങാൻ. എടാ, അവരിപ്പോൾ എത്തും. ഒരു 10 മിനിറ്റുള്ളിൽ അവരിപ്പോൾ എത്തും. സോ ഞാൻ പറയുന്നത് കേൾക്ക്. താൻ അവരവിടെ എത്തി 10 മിനിറ്റ് കഴിയുമ്പോൾ താൻ അവിടെ ചെല്ലണം. അത് കണ്ട് പറയണം ഞാൻ മീറ്റിങ്ങിന് പോയേക്കുവാന്ന്. ഞാൻ പറഞ്ഞു വിട്ടതാണെന്ന് കൂടി പറയണം. ഓക്കെ? ബെസ്റ്റ്. ഹരി, എല്ലാം ഓക്കെ അല്ലേ? എനിക്കെന്തൊരു വല്ലാത്ത ഫീലിംഗ്. ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല എന്നൊക്കെ തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല, നിനക്ക് തോന്നുന്നതാണ് അങ്ങനെയൊക്കെ. നമുക്ക് കാണാം. ഞാൻ ഇറങ്ങട്ടെ. ബൈ. എവറിത്തിങ് ഈസ് റിയലി നൈസ്, യുനോ. എന്നെ തന്നെ വേറൊരു പേഴ്സ്പെക്റ്റീവിൽ കാണുന്ന പോലെ. ചിലപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ പോലും അറിയാത്ത നമ്മുടെ പല വൾണറബിലിറ്റീസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഫോട്ടോസ് കാണിക്കും. ഇപ്പോൾ താൻ തന്നെ തൻ്റെ വൾണറബിലിറ്റീസ് മറ്റൊരു അറിയാണ്ടിരിക്കാൻ ഒരല്പം കെയർ ഫ്രീ ആയിട്ട് സ്വയം പോർട്ട് ചെയ്യാറില്ലേ? അങ്ങനെയൊന്നുമില്ല. എനിക്കെപ്പോഴാണ് ഈ പിക്ചേഴ്സൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുക? ഇന്നലെ ഇടാമോ? താൻ ബിഹൈൻഡ് സീൻ പോസ്റ്റ് ചെയ്തോ? ആക്ച്വൽ വൺസ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഷെയർ ചെയ്യാം. ഓൾറൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. തനിക്ക് വേറെ പ്ലാൻസ് ഒന്നും ഇല്ലെങ്കിൽ ഹൗ അബൌട്ട് വി ഗോ ഫോർ എ കപ്പ് ഓഫ് കോഫി? ഏയ് ഇല്ല, താൻ കംഫർട്ടബിളേ വേണ്ട. ഞാൻ ജസ്റ്റ് തന്നോട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് പറഞ്ഞെന്നുള്ളൂ. No, not like that. Yeah, coffee sounds perfect. എല്ലാം ഉണ്ടല്ലോ അല്ലേ?
Yes. Hi. I'm ready for you. ആ മോളോ ഇരിക്കെ മോള് ചായ പിടിച്ചോ? ഇല്ലമ്മ ഞാൻ ഓഫീസിൽ നിന്ന് നേരം കിട്ടും. ഞാൻ അമ്മ ചായ എടുത്തുണ്ടല്ല. ജോലിയൊക്കെ എങ്ങനെ പോണു? കുഴപ്പമില്ല അച്ഛാ. മോളെവിടെ താമസിക്കുന്നത്? ഞാനിവിടെ. ഇവിടെയോ? Sir, these are the various themes for the event. പിന്നെ എല്ലാ ഇവന്റ്സും ഒരു സ്റ്റോറി പോലെയായിരിക്കും. But the focus will be on bride, groom and their stories. അത് മാത്രമല്ല ഓരോ ഇവന്റും ഓരോ റോയൽ ഡൈനാസിറ്റി ബേസ്ഡ് ആയിരിക്കും. മുഗൾ, രാജപുത്, ചോള അങ്ങനെ അങ്ങനെ. പക്ഷെ കല്യാണം വരുമ്പോൾ നമ്മൾ ട്രഡീഷണൽ രീതിയിലായിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്. പിന്നെ പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റ് ബോക്സസ് ഉണ്ടായിരിക്കും, റിട്ടേൺ ഗിഫ്റ്റ്സ് ഉണ്ടായിരിക്കും, വെഡിങ് ഇൻവിറ്റേഷൻസ് എല്ലാം ഒരു തീം ബേസ്ഡ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എല്ലാം ഭയങ്കര യുണീക്ക് ആണ്. It will be an event to remember person. Yes, sir. I'm impressed with your presentation. Thank you. And your ideas are also good. But the question is, have you handled an event of this size? അല്ല ഇവിടെയല്ല അച്ഛാ, ഇവിടെ അടുത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടുണ്ട് അവിടെ. താങ്ക്സ് അമ്മ. ചൂടുണ്ട്. ഞാൻ അവളുടെ അമ്മയെ വിളിച്ചിരുന്നു. ആണോ? അപ്പം അവിടെ കല്യാണത്തിൻ്റെ ഒരുക്കമൊക്കെ തുടങ്ങുവാന്ന് പറഞ്ഞു. എത്ര വേഗം അമ്മ? ഇതാന്ന് പറയുമ്പോ കല്യാണം എത്തില്ലേ? ഷാൻ വീട്ടിലെന്തോ റെനോവേഷൻ നടക്കാന്ന് പറഞ്ഞിരുന്നു. ആ ചെറിയ രീതിയിൽ കല്യാണമല്ലേ. ഒരു സെക്കൻഡ്. ഷാൻ്റെ മെസ്സേജാ. ഓ അമ്മ, ഷാൻ ഇന്ന് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പുറത്തു പോയി ഭക്ഷണം കഴിച്ചാലോ? Okay. ഇറങ്ങാം അല്ലേ? Sir, we are so confident about this, sir. Sir, our specialty is our personal touch and you will not be disappointed for that. അത് മാത്രമല്ല എന്ത് റിക്വയർമെന്റും മീറ്റ് ചെയ്യും ഞങ്ങൾ. Okay. ഞങ്ങൾക്ക് ദുബായിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. So, can you handle that also? Sure, sir. Why not? It should be a unique one. And കുറച്ച് business clients and celebrity friends എല്ലാം ഉണ്ടാവും. So, it should be an unforgettable one for all of us. It will be, sir. Yes, it will be. You don't have to worry about it. Okay, let's see. Thank you, sir. ഞാൻ ലേറ്റ് ആയോ? എനിവേ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. താൻ ത്രൂ ആണ് മീറ്റിംഗ് സെറ്റ് ആയത്. ശരിക്കും താങ്ക് യു. ഇറ്റ് മീൻസ് എ ലോട്ട്. No, you guys deserve this. It's been a long time അല്ലേ കണ്ടിട്ട്. It's been years. ലാസ്റ്റ് ടൈം കണ്ടപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നില്ലല്ലോ. സംഭവിച്ചത് എന്താണെന്നൊക്കെ എനിക്ക് ഷാൻ്റെ അടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഷാൻ കേൾക്കാൻ റെഡി ആയില്ല. ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഷാൻ, we were separated. It was like almost like a breakup. നമ്മളൊന്നും സംസാരിക്കാറ് പോലും ഇല്ലായിരുന്നു. എപ്പോൾ നോക്കിയാലും വഴക്കായിരുന്നു. ആ സമയത്ത് മാത്യു മാത്രമേ എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. മാത്യുവായിട്ടുള്ള സപ്പോർട്ട് വന്നപ്പോഴേ നമ്മുടെ റിലേഷൻഷിപ്പ് താൻ മറന്നു. നിങ്ങൾ തമ്മിലൊന്നും നടന്നിട്ടില്ല എന്നാണ് താൻ പറഞ്ഞു വരുന്നത്. അങ്ങനല്ല, പിന്നെ സംഭവിച്ചു. പക്ഷെ നോട്ട് ലൈക്ക് വാട്ട് യു തിങ്കിങ്. അന്ന് ഷാൻ കയറി വന്ന സമയത്ത് we were not actually kissing. We were almost kissing, but then എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുന്നേ തന്നെ we stopped. You stopped? Yeah. പക്ഷെ ഷാൻ കേൾക്കാൻ റെഡി ആയില്ല.
പക്ഷെ ഞാനങ്ങനെയല്ല കണ്ടത്. ഞാൻ കയറി വരുമ്പോൾ നിങ്ങൾ കിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ കിസ് ചെയ്ത് കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു. പിന്നെ എനിക്കും സംസാരിക്കാൻ തോന്നിയില്ല. ഐ ഫീൽ സോ ബിട്രേഡ്. ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ആരാണെങ്കിലും ഇങ്ങനെ റിയാക്ട് ചെയ്യുള്ളൂ. I'm sorry for hurting you, Shan. I'm sorry. ഞാനൊന്ന് സംസാരിക്കണമായിരുന്നു. സംഭവിക്കാമെന്ന് സംഭവിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ ലേറ്റായി, ഞാൻ പോവാം. Can we meet again, Shan? അവനെന്തൊരു മാറ്റാനുള്ളത്. വീടൊക്കെ നന്നായിട്ടല്ലേ ഇട്ടേക്കണ. അത് കുഴി മടിയനെ. ആ ഇതാരാണ്? ഇത്ര നാളായി കണ്ടിട്ട്. അതിനെ കൊണ്ടം കൊണ്ട് വരാൻ പല്ലേ. ആ കൂടി ഒരു മകനല്ലേ ഉള്ളൂ, ഇടയ്ക്കൊക്കെ കാണാൻ വന്നൂടെ? അതൊക്കെ അങ്ങോട്ട് വരാൻ പല്ലേ. ഓക്കെ, അങ്ങനെ കാര്യം ഞാൻ വിട്ടു. ഇത് താനെന്താ പോകത്തെ? അമ്മ നിൽക്കാൻ പറഞ്ഞു. ഓ ഓക്കെ, അത് നന്നായി. ഭയങ്കര ഓട്ടമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഒരു രക്ഷ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്നൊക്കെ ഞാൻ കഴിച്ചിട്ടാണ് വന്നത്. ഞങ്ങൾ കഴിച്ചു. എടോ, മീറ്റിംഗ് കാര്യം എല്ലാം സെറ്റായി. ദുബായ് വർക്ക് ഞങ്ങൾക്ക് തന്നെ കിട്ടിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, ഇനി കിടന്ന് ഓട്ടമായിരിക്കും. എന്തോരം കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട്. പക്ഷെ സ്റ്റിൽ എക്സൈറ്റിംഗ് നോ? ആ പിന്നല്ല. അല്ല, അമ്മ എന്താ ഇങ്ങനെ പോയി കിടന്നു? ലേറ്റ് ആയില്ലേ? ആ ഓക്കെ കേട്ടോ, ഗുഡ് നൈറ്റ്. അതെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്.